നാട്ടിൽ ഒരുപക്ഷെ തമിഴ് സിനിമയിലാണ് നാട്ടാമൈ എന്നൊക്കെ പറയുന്ന സിനിമയിലുണ്ട് പഞ്ചായത്ത്, കട്ടപ്പഞ്ചായത്ത് എന്ന് പറയും. ഇതുപോലത്തെ മണ്ടത്തരം പറയാൻ ഇയാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അത് കട്ടപ്പഞ്ചായത്തല്ല സാറേ, അതിപ്പോൾ അതിൻ്റെ പേര് ഊര് പഞ്ചായത്ത് എന്നാണ്. ആ ഓരോരോ മറ്റേ സ്ഥലം, ഒരു പഞ്ചായത്ത്, ഒരു 7-8 പഞ്ചായത്തുകൾ ചേർന്നിട്ടാണ് അല്ലെങ്കിൽ ഒരു 10-15 പഞ്ചായത്തുകൾ ചേർന്നിട്ടാണ് ആ നാട്ടിലുള്ള ഒരു വലിയൊരു പ്രമാണി. അത് ജാതി ബേസ്ഡാണ്. അതൊക്കെ ഇപ്പോൾ ഇല്ല. അത് പണ്ടുണ്ടായിരുന്നത് ഒരുപാട് ആൾക്കാർ മിസ്യൂസ് ചെയ്തു. അവർ പോലീസ് സ്റ്റേഷനിലേക്കൊന്നും പോകാനായിട്ട് ആൾക്കാരെ സമ്മതിക്കില്ല. പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ നാട്ടിലുള്ള, അതായത് ഈ ഊരെന്ന് പറയുന്ന ഈ ഊര് ഇവരെ തള്ളി വെക്കുക എന്ന് പറയും. തള്ളി വെക്കുക എന്ന് പറഞ്ഞാൽ ഇവരെ മാറ്റി നിർത്തുക എന്ന് പറയും. ഈ പോലീസിലേക്കൊക്കെ പോയ ആൾക്കാരുമായിട്ട് പിന്നെ ഒരു ഇടപാടും ഇല്ല, നിനക്കൊക്കെ പുറത്ത് പോകാൻ, ഞങ്ങളുടെ സ്ഥലത്ത് നീ ജീവിക്കണ്ട എന്നുള്ള രീതിയിലുള്ള പരിപാടിയൊക്കെ പണ്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ല. അതിൻ്റെ പേര് ഊര് പഞ്ചായത്ത്, കട്ടപ്പഞ്ചായത്തല്ല. കട്ടപ്പഞ്ചായത്ത് എന്ന് പറയുന്നത് ഈ മറ്റേ റൗഡികൾ, ഇവർ 3-4 ആൾക്കാർ ഈ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഈ കൊട്ടേഷൻ ടീംസൊക്കെ ഒരു 3-4 ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വിളിച്ച്, ഡേയ് അണ്ണൻ പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ നിന്നെയൊക്കെ അറിയാമല്ലോ എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് അങ്ങനെ ചെയ്യുന്നതാണ് കട്ടപ്പഞ്ചായത്ത്. കട്ടപ്പഞ്ചായത്ത് ഇല്ലീഗലാണ്. ഇയാൾ പറയാൻ ഉദ്ദേശിച്ചത് ഊര് പഞ്ചായത്തിൻ്റെ കാര്യമാണ്. പക്ഷേ അത് കട്ടപ്പഞ്ചായത്തായി പോയി. കാരണം ഇയാളുടെ മനസ്സിലുള്ളത് കട്ടപ്പഞ്ചായത്താണേ. ഇയാളുടെ മനസ്സിലുള്ളത് മറ്റേ പഞ്ചായത്ത് പോലെ, ഊര് പഞ്ചായത്ത് പോലെ ഇങ്ങനെ ആൾക്കാരെ വിളിച്ചിട്ട് ആൾക്കാർക്ക് നന്മ ചെയ്യണമെന്നുള്ളതല്ല. ഇയാളുടെ മനസ്സിലുള്ളതെന്ന് പറഞ്ഞാൽ ഈ കട്ടപ്പഞ്ചായത്ത് ചെയ്യണം, ഇയാൾക്ക് ഗുണമുണ്ടാവണം, ഇയാളുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഗുണമുണ്ടാവണം. അല്ലാതെ എന്താ പറയുക, അല്ലേ, തൃശ്ശൂർക്കാരെ പറഞ്ഞാൽ മതിയല്ലോ.